ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ ഒരു 7 മണിയായ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ സമയത്ത് ഋതുമോൻ ഇതാ കൊലായിലിരുന്നിട്ട് അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത് രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്, രാവിലെ തന്നെ കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ചായ കുടിക്കണം. ചായക്ക് ഇതേ മൈദ ദോശയും പിന്നെ തക്കാളി ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പം നമുക്കത് കഴിക്കാം. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അതേ നമ്മുടെ ആളിവിടെ നല്ല തകർപ്പൻ കളിയിലാണ് കേട്ടോ. ഇതവൻ്റെ പാപ്പൻ ഗൾഫിൽ നിന്ന് വരുന്നപ്പോൾ കൊടുത്ത ഒരു കാറാണ്. അതിൻ്റെ കോലാണത് ഇപ്പോൾ ഈ കാണുന്നത്. ഏകദേശം ഒരു 4 മാസമൊക്കെ ആയിട്ടുള്ളൂ ആ കാറ് വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ കോലത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തിയും ദോശയും കഴിക്കുകയാണ്. എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അമ്മയും ഞാനും കൂടിയാണ് കഴിക്കുന്നത്. അച്ഛൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഇന്ന് എവിടെ പോകാനുള്ളതുകൊണ്ട് അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നേരത്തെ ചായയൊക്കെ കുടിച്ച് പോകാൻ വേണ്ടി റെഡിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ചായ കുടിക്കുകയാണ്. അപ്പോൾ അതേ ആൾ നല്ല കളിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുടിക്കുന്ന സമയത്ത് അവനെ വിളിച്ചപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചായ കുടിക്കാൻ. കാരണം അവൻ അവൻ്റേതായ ഒരു സമയം കണ്ടെത്തിയിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിലൊന്നും വിളിച്ചാലൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അവന് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതൊന്നും കൊടുത്തപ്പോൾ കഴിച്ചില്ല. ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പാലടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നാടും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മൾ റോഡ് ഇതാണ് നമ്മുടെ റോഡ്. അതിൻ്റെ 2 സൈഡിലും തോടാണുള്ളത്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ്. കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നാടാണ് കേട്ടോ നമ്മുടേത്. അപ്പോൾ ഈ കടയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. നല്ല നാടൻ പച്ചക്കറികളൊക്കെ വെക്കുന്ന ഒരു കടയാണ്. നമ്മൾ പാലൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതും വാങ്ങി വീട്ടിലേക്ക് നടക്കുക കേട്ടോ. ഋതുവിനും കൂട്ടാണ്ട് പോയതുകൊണ്ട് അവന് ഞാൻ വരുമ്പോൾ ഒരു ചോക്ലേറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നല്ല കളിയിലാണ്. ഇവിടെ വെള്ളം മുക്കി തൂക്കുക അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഞാൻ അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ഇനി നമുക്ക് അവന് കഞ്ഞി കൊടുക്കണം. അപ്പോൾ ഞാൻ കഞ്ഞി ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ കഞ്ഞിയൊക്കെ സെറ്റായി. ഞാൻ അവന് കുപ്പിയിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവന് സ്പൂണിൽ കോരി കൊടുത്താൽ അവന് കുടിക്കില്ല. അപ്പോൾ അവനിങ്ങനെ കുടിച്ച് ശീലമായി പോയതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അവനെ ഉറക്കാൻ വേണ്ടി ഈ ഊഞ്ഞാലിലാണ് കേട്ടോ കിടത്താറുള്ളത്. എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ കൊണ്ടുപോയി കിടത്താറാണ് പതിവ്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എഴുന്നേറ്റു കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡിൽ നിന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴിക്കുകയാണ്. അപ്പം ഋതുവിന് അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു. ചോറ് കൊടുത്തപ്പോൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു വിധത്തിൽ ഞാൻ എന്തെല്ലോ പറഞ്ഞവന് ചോറ് കൊടുത്തു. പിന്നെ അവൻ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള കളിയായിരുന്നു. അവനെ കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയ സമയത്ത് അമ്മ വിളക്ക് വയ്ക്കുകയാണ്. വിളക്കൊക്കെ വെച്ച് അവന് വിളക്ക് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മ വിളിച്ചപ്പോൾ വേഗം വന്ന് ഇരുന്നിട്ടുണ്ട്. അമ്മൻ്റെ കൂടെ നാമൊക്കെ ജപിച്ച് കഴിഞ്ഞ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അവൻ വേഗം വിളിച്ചാൽ വന്നിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ചായ കുടിച്ചു. ചായക്ക് മിച്ചർ ഉണ്ടായിരുന്നു. അത് അവന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് മിച്ചർ. അപ്പം നമുക്ക് കഴിക്കാൻ പൊറോട്ടയും പിന്നെ ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ട ഞാൻ ഋതുവിന് കൊടുക്കുന്നില്ല. കാരണം ഇത് കുറച്ച് ഹാർഡായ ഫുഡായതുകൊണ്ട് കൊടുക്കുന്നില്ല. അപ്പം ഞാനും അമ്മയും അത് കഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ നൈറ്റായപ്പോൾ ചോറ് കഴിച്ചു. ഞാൻ മോന് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഋതുമോന് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10 മണിയാവുന്നുള്ളൂ. അവൻ 9:30 ആകുമ്പോഴേക്കും ഉറങ്ങി. കാരണം ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉച്ചയ്ക്ക് വളരെ കുറച്ച് സമയമാണ് അവൻ ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ആയപ്പോഴേക്കും വേഗം ഉറങ്ങിയിട്ടുണ്ട് ആൾ. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവൻ ഉറങ്ങുന്നത്. കാരണം വാശിയൊക്കെ പിടിച്ച് കരഞ്ഞ് അങ്ങനെയാണ് ഉറങ്ങിപ്പോയത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മിക്ക ഡേയും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.